നമസ്കാരം. ആലപ്പി ഷെഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നപ്പോൾ അതിൽ നിന്നുണ്ടായ ഇടിമിന്നലേറ്റ് മേൽക്കൂര തകർന്ന സംഘടനയാണ് അമ്മ എന്ന താരസംഘടന. ആ തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനായി അമ്മ അടുത്ത മാസം ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയുമൊക്കെ മുന്നിൽ നിന്നും നയിക്കുമെന്നാണ് സൂചന നൽകുന്നത്. വളരെ നല്ല കാര്യം, മാത്രമല്ല വളരെ പ്രതീക്ഷയും നൽകുന്നതാണ്. അതുകൊണ്ട് ഈ എപ്പിസോഡ് നമുക്ക് അതേക്കുറിച്ചാവാം. ഒരു സംഘടന നല്ല രീതിയിൽ നിലനിൽക്കണമെങ്കിൽ, കെട്ടുറപ്പുള്ളതാകണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത് അതിന്റെ നേതൃസ്ഥാനത്തുള്ളവർ നീതിബോധമുള്ളവരും നിർഭയരും നിഷ്പക്ഷരും സത്യസന്ധരുമായിരിക്കണം. ആ ആളുകളുടെ പ്രവൃത്തിയിൽ ധാർമ്മികതയും ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ആളുകളായിരിക്കണം ഇനി വരേണ്ടത്. അങ്ങനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ചിലർ സംഘടനയുടെ തലപ്പത്ത് കയറിക്കൂടിയതാണ് സംഘടനയുടെ ഇന്നത്തെ പതനത്തിനുള്ള പ്രധാന കാരണം. സിനിമാക്കാരുടെയും പൊതുസമൂഹത്തിന്റെയും വിശ്വാസവും അത് തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നേതൃത്വ നിരയിൽ ഉള്ളവരും അല്ലാത്തവരുമായ ചിലരുടെയൊക്കെ പേരിൽ നിലനിൽക്കുന്നതും നിലനിൽക്കാത്തതുമായ പീഡന കേസുകൾ വന്നതോടുകൂടി പൊതുസമൂഹത്തിൽ സംഘടനയ്ക്ക് അവമതിപ്പ് നേടിക്കൊടുത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. 500ഓളം പേരുള്ള സംഘടനയിൽ 10-15 പേർ പ്രശ്നം സൃഷ്ടിച്ചാൽ അവരെ നിർദാക്ഷിണ്യം ഒഴിവാക്കിക്കൊണ്ട് സംഘടനയെ നയിക്കാൻ തക്കവണ്ണം പ്രാപ്തരായവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോൾ മുഖത്തേറ്റ കളങ്കം കുറച്ചെങ്കിലും തുടച്ചു മാറ്റാമായിരുന്നു. അമ്മയുടെ അംഗമായ അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ട സംഘടനയെ വേട്ടക്കാരനോടൊപ്പം നിൽക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ ഈ സംഘടനയിൽ നിന്നും തനിക്കൊരിക്കലും നീതി ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ അതിജീവിത അവർ രാജിവെച്ച് പുറത്തുപോയി. അവരോടൊപ്പം തിരിച്ചറിവുള്ള ചില നടിമാരും. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മോഹൻ സംവിധാനം ചെയ്ത ഇടവേള എന്ന ചിത്രത്തിൽ ഞാനും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് പങ്കെടുത്തിരുന്നു. ആ ചിത്രത്തിലെ ഒരു പ്രധാന വേഷം ചെയ്ത ഒരു ചെറിയ പയ്യനായിരുന്നു ബാബു. ഞാൻ ഡബ്ബിംഗ് തിയേറ്ററിൽ എത്തുമ്പോൾ ആ പയ്യൻ ഇന്നസെന്റിനോടൊപ്പം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇടവേള എന്ന സിനിമ ഹിറ്റായില്ലെങ്കിലും മറ്റ് വലിയ വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധ നേടിയില്ലെങ്കിലും ഇന്നസെന്റുമായുള്ള ബന്ധം ആ പയ്യനെ അമ്മ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ വരെ എത്തിച്ചു. പിന്നീട് അമ്മ എന്ന സംഘടനയിൽ ഇടവേള ബാബുവിന്റെ ഒരു പൂന്ത് വിളയാട്ടമായിരുന്നു. അതിനുശേഷം ഗണേഷ് കുമാർ സിനിമാ മന്ത്രിയായിരിക്കുമ്പോൾ ഇടവേള ബാബുവിനെ KSFDC വൈസ് ചെയർമാനായി നിയമിക്കുന്നു. ഇല്ലാത്ത ഒരു പോസ്റ്റ് സൃഷ്ടിച്ചാണ് ആ നിയമനം. അവിടെ തിയേറ്റർ ചാർട്ടിംഗ് ആയിരുന്നു ബാബുവിന്റെ പ്രധാന ജോലി. KSFDCക്ക് 10-13 നല്ല തിയേറ്ററുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അതിൽ നല്ല കളക്ഷൻ കിട്ടുന്ന തിയേറ്ററുകളിൽ ചിത്രങ്ങൾ കളിക്കണമെങ്കിൽ ബാബുവിന്റെ അനുവാദം കൂടിയേ തീരൂ. തിയേറ്റർ ഉടമ കൂടിയായ ലിബർട്ടി ബഷീർ ഒരിക്കൽ ചാനലിലൂടെ പറയുന്നത് കേട്ടു, ആ തിയേറ്ററുകളിൽ ഡേറ്റ് കിട്ടണമെങ്കിൽ, ചിത്രങ്ങൾ കളിക്കണമെങ്കിൽ ബാബുവിന് കൈക്കൂലി കൊടുത്തേ പറ്റൂവെന്ന്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മണിയമ്പിള്ള രാജു പറയുന്നതാണ് കുറച്ചുകൂടി രസകരം. കുറച്ചു നേരത്തേക്ക് വാഹനങ്ങൾ തടയാൻ അധികാരം കിട്ടുമ്പോൾ ഈ റോഡ് പണിക്കാർ കാണിക്കുന്ന സ്വഭാവമാണ് ബാബുവിൻ്റെതെന്നാണ് മണിയമ്പിള്ള രാജു പറയുന്നത്. ചെറുകിട സിനിമാക്കാർക്ക് സർക്കാരിന്റെ കീഴിലുള്ള തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കാനുള്ള അവസരം ബാബു നിഷേധിക്കാനുണ്ടായതെന്നും മണിയമ്പിള്ള ആക്ഷേപം ഉന്നയിച്ചു. പിന്നീട് ഗണേഷ് കുമാർ പറയുന്നു, തനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ബാബുവിന് ആ പോസ്റ്റ് കൊടുത്തതെന്ന്. ഇനി എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാം. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമ്മയിലെ മെമ്പർഷിപ്പിനായുള്ള അപേക്ഷ പൂരിപ്പിച്ച് ബാബുവിന്റെ കയ്യിൽ ഞാൻ നേരിട്ട് കൊടുത്തിരുന്നു. കുറെ നാൾ കഴിഞ്ഞ് എന്തായി ബാബു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്നുള്ള രീതിയിലാണ് ബാബു മറുപടി പറഞ്ഞത്. എന്നാൽ അതേ സമയം തന്നെ ദുബായിലുള്ള വലിയൊരു ബിസിനസ്മാനായ എൻ്റെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് നാട്ടിലെത്തുന്നു. നാട്ടിലെത്തിയ അദ്ദേഹത്തോട് പെട്ടെന്ന് വരാനുള്ള കാരണം തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്മയുടെ ജനറൽ ബോഡി ഉണ്ടെന്ന്. അവിടെ ആരെ കാണാനാണ് താങ്കൾ വന്നത് എന്ന് ചോദിച്ചപ്പോൾ, ആരെയും കാണാനല്ല, ഞാൻ അമ്മയുടെ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ അമ്മയുടെ മെമ്പറാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത്ഭുതത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് താരങ്ങൾക്കുള്ള സംഘടനയല്ലേ, ബിസിനസ്സുകാർക്കുള്ള സംഘടനയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദുബായിൽ വെച്ച് നടന്ന ഒരു ചിത്രത്തിൽ എന്നെയും ഇടയ്ക്ക് പിടിച്ചു നിർത്തി
എനിക്ക് ബാബു മെമ്പർഷിപ്പും വാങ്ങി തന്നു. അതിന് എത്ര രൂപ ചെലവായി എന്ന് ഞാൻ തമാശ രീതിയിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാശ് മുടക്കാതെ ഇതുവല്ലം പറ്റുമോ? കാശ് മുടക്കിയാലല്ലേ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയൊക്കെ ഒപ്പം നമുക്ക് ഇരിക്കാൻ പറ്റുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തുടർന്നു, ബാബു ഒരു പാവമാണ്, എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ബാബു ഇതുപോലെ സഹായം ചെയ്തും കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാർവതി തിരുവോത്ത് ഒരിക്കൽ പറയുകയുണ്ടായി, അമ്മയുടെ മീറ്റിംഗിൽ ജീവിതത്തിൽ സിനിമയിൽ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേര് ഇരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന്. അതുപോലെ തന്നെ അമ്മയുടെ നേതൃത്വത്തിലുള്ള സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിലും കോടീശ്വരന്മാരുടെ പല മക്കളും അതിൽ അംഗങ്ങളായിട്ടുണ്ട്. അതിലൊരാൾ എന്നോട് പറയുകയുണ്ടായി, എനിക്ക് അത് വാങ്ങിത്തന്നത് ബാബുവാണ്, ബാബു നല്ലൊരു മനുഷ്യനാണ്. ഞാൻ ചോദിച്ചു, നല്ല ചിലവായി കാണുമല്ലോ. ചിലവായാൽ എന്താണ്? അയാളും പറയുന്നു, ചിലവായാൽ എന്താണ്, മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ കൂടെ ക്രിക്കറ്റ് കളിക്കാമല്ലോ എന്ന്. ഞാൻ ചോദിച്ചു, അങ്ങനെ കളിച്ചോ? ഇല്ല, ഞങ്ങളെയൊക്കെ അവിടെ മാറ്റി നിർത്തും. അങ്ങനെ നിരവധി പേര് ക്രിക്കറ്റ് ടീമിലുമുണ്ട്. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ പ്രസക്തി. നേതൃസ്ഥാനത്തുള്ളവർക്ക് നീതിബോധവും ധാർമ്മികതയും സത്യസന്ധതയും ഉണ്ടായിരിക്കണമെന്നുള്ളത്. എന്നാൽ സിനിമയിൽ ചെറുതും വലുതുമായ ഒരുപാട് വേഷങ്ങൾ അഭിനയിച്ച നടീനടന്മാർ ബാബുവിന് അപേക്ഷയും സമർപ്പിച്ച് ബാബുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിപ്പുണ്ടായിരുന്നു. ബാബുവിന്റെ ഇത്തരം അധാർമിക പ്രവൃത്തിക്കെതിരെ ഒരു ചെറുവിരൽ പോലും ആരും അനക്കിയിട്ടുമില്ല. ഇനി നടിമാർക്കാണെങ്കിൽ പണമില്ലെങ്കിലും മെമ്പർഷിപ്പ് കൊടുക്കാം. മറ്റു ചില സഹായ സഹകരണങ്ങൾ ബാബു പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അങ്ങനെ ചെയ്താൽ മെമ്പർഷിപ്പ് കൊടുക്കാമെന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ പലരും വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടതാണല്ലോ. ഇതിനിടെ ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയും വന്നു. ഇടവേള ബാബു പാല് കൊടുത്ത കൈക്കിട്ട് തന്നെ കൊത്തി എന്നുള്ളതായിരുന്നു ഗണേഷ് കുമാറിന്റെ ആക്ഷേപം. ഗണേഷ് കുമാർ പറയുന്നു, നടൻ വിജയബാബുവിന്റെ പീഡന കേസ് വന്നപ്പോൾ ഞാൻ മോഹൻലാലിന് ഒരു കത്ത് കൊടുത്തു. അതിന്റെ ഉള്ളടക്കം, നടിയെ ആക്രമിച്ച കേസ് വന്നപ്പോൾ ദിലീപ് സ്വയം പുറത്തു പോയതാണെങ്കിൽ വിജയബാബുവും സ്വയം പുറത്തു പോകട്ടെ. അതല്ല, ദിലീപിനെ മോഹൻലാൽ പുറത്താക്കിയതാണെങ്കിൽ വിജയബാബുവിനെയും പുറത്താക്കണം എന്നായിരുന്നു അതിന്റെ ഉള്ളടക്കം. വിജയബാബുവിന്റെ പീഡന കേസിൽ ഉൾപ്പെട്ട അതിജീവിതയായ ആ ചെറിയ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തി, അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ആരൊക്കെയോ പണം വാങ്ങിയിട്ടാണ് വിജയബാബുവിനെ തൽസ്ഥാനത്ത് നിലനിർത്തിയിരിക്കുന്നത് എന്നായിരുന്നു അത്. ആ വെളിപ്പെടുത്തലിന്റെ നിജസ്ഥിതി കൂടി അറിയണമെന്ന് ഗണേഷ് കുമാർ മോഹൻലാലിനോട് ആവശ്യപ്പെട്ടു. അതിന് ഗണേഷ് കുമാറിനുള്ള മറുപടിയുമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇടവേള ബാബു രംഗപ്രവേശം ചെയ്തു. അമ്മ ഒരു ക്ലബ്ബാണെന്നും അതുപോലെ തന്നെ വിജയബാബു പല ക്ലബിലെയും മെമ്പറാണെന്നും ക്ലബിന്റെ അർത്ഥമറിയാത്തവരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും എന്നൊക്കെയായിരുന്നു ഇടവേള ബാബു വേട്ടക്കാരന് വേണ്ടിയുള്ള ബാലിശമായ മറുപടി പറഞ്ഞത്. ഗണേഷ് കുമാർ പറയുന്നു, വളരെ ഗൗരവമേറിയ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അയാൾ എന്നെ ക്ലബിന്റെ അർത്ഥം പഠിപ്പിക്കാൻ വരികയാണ്. എന്താ ചെയ്യുക? ഗണേഷ് കുമാർ കുറച്ചുകൂടി കളിയാക്കി പറയുന്നു, നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇടവേള ബാബുജി ഗ്രന്ഥശാലയെ കുറിച്ചല്ല, ഇടവേള ബാബുജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ കുറിച്ചല്ല, നമ്മൾ ചർച്ച ചെയ്യുന്നത് അമ്മ എന്ന സംഘടനയുടെ അംഗങ്ങളുടെ ക്ഷേമത്തെ കുറിച്ചാണ്. ഗണേഷ് കുമാർ മറ്റൊരു സത്യം കൂടി വിളിച്ചു പറഞ്ഞു. അമ്മ ഇടവേള ബാബുവിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് കരുതിയിരിക്കുന്നത് എന്നുള്ള ആക്ഷേപവും ഗണേഷ് കുമാർ പറയുകയുണ്ടായി. അമ്മ എന്ന സംഘടന ഒരു ക്ലബാണെങ്കിൽ ഇനി ആ ക്ലബിൽ താൻ തുടരുന്നില്ല എന്ന് പറഞ്ഞ് ഗണേഷ് കുമാർ രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തു. ഇതിനിടെ നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ ഇടവേള ബാബുവിനെതിരെ മറ്റൊരു വിഷയവുമായി രംഗത്ത് വന്നു. മുകുന്ദൻ ഉണ്ണി എന്ന സിനിമയെക്കുറിച്ച് ബാബു നടത്തിയ പരാമർശമായിരുന്നു വിഷയം. ബാബു പറയുന്നു, മുകുന്ദൻ ഉണ്ണി എന്ന സിനിമ ഫുൾ നെഗറ്റീവാണ്. പടം തുടങ്ങുന്നത് തന്നെ ആരോടും നന്ദിയില്ല എന്ന കാർഡ് കാണിക്കുന്നു. അത് ബാബുവിനെ കൂടുതൽ ചൊടിപ്പിച്ചു. വീണ്ടും ഇടവേള ബാബു പറയുന്നു, നായിക അവസാനം പറയുന്ന ആ ലാംഗ്വേജ്, ഡയലോഗുകൾ ഇവിടെ എനിക്ക് പറയാൻ പറ്റില്ല, അത്രയും മോശമാണെന്നാണ്. ഇതിനൊക്കെ സെൻസർ ബോർഡ് എങ്ങനെ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നും ബാബു ഒരു കമന്റ്. മുഴുനീള അശ്ലീലങ്ങളും സ്ത്രീവിരുദ്ധതയും നിറഞ്ഞ പടങ്ങൾ ഇറങ്ങിയതൊന്നും പാവം ബാബു അറിഞ്ഞിട്ട് പോലുമില്ല. വിനീത് ശ്രീനിവാസൻ പറയുന്നു, ഇടവേള ബാബുവിന് സിനിമ ഇല്ലാത്തത് കൊണ്ട് അയാളുടെ അഭിനയത്തെ പറ്റി പറയാൻ എനിക്ക് തൽക്കാലം താല്പര്യമില്ല. എനിക്ക് പറയാനുണ്ട് അയാളുടെ എല്ലില്ലാത്ത നാക്കുകളെക്കുറിച്ചും ബോധമില്ലാത്ത വാക്കുകളെക്കുറിച്ചും. എത്ര കൃത്യമായി പറഞ്ഞു. അതിജീവിതയെ ഇടവേള ബാബു മരിച്ചു പോയവരോട് ഉപമിച്ചത് പാർവതി തിരുവോത്തിനെ വല്ലാതെ വേദനിപ്പിച്ചു. റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പ്രോഗ്രാമില് നികേഷ് കുമാർ ചോദിക്കുന്നു, അമ്മ നിർമ്മിക്കുന്ന
2020 എന്ന സിനിമയിൽ അതിജീവിതം ഉണ്ടാകുമോ എന്ന് നികേഷ് കുമാർ ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് ഇടവേള ബാബു പറയുന്നത് മരിച്ചുപോയവർ തിരിച്ചു വരുമോ എന്നായിരുന്നു ബാബുവിന്റെ മറുചോദ്യം. അതുപോലെ രാജിവെച്ചു പോയവരും ഈ സിനിമയിൽ ഉണ്ടാവില്ല എന്ന് ബാബു ഏകാധിപതിയെപ്പോലെ അധികാരഭാവത്തിൽ പറഞ്ഞു. പാർവതി പറയുന്നു, എന്റെ സുഹൃത്തുക്കൾ ഈ സംഘടനയിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ ഞാൻ ഇതിനകത്ത് തുടരുന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് അതിനെ നവീകരിക്കാൻ കുറച്ചു പേരെങ്കിലും വേണമെന്ന് തോന്നിയത് കൊണ്ടാണ്. പക്ഷേ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിന്റെ അഭിമുഖം കണ്ടപ്പോൾ സംഘടനയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഞാൻ ഉപേക്ഷിച്ചു. സംഘടന തഴഞ്ഞ ഒരംഗത്തെ മരിച്ചുപോയ ഒരാളോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞ വെറുപ്പുളവാക്കുന്നതും ലജ്ജാവഹവുമായ വാക്കുകൾ ഒരിക്കലും തിരുത്താനാവില്ല. ഒരുപക്ഷെ ആലങ്കാരികമായി പറഞ്ഞതല്ലേ എന്ന് ബാബു പറയുന്നുണ്ടാവാം. പക്ഷേ അത് വെളിവാക്കുന്നത് അയാളുടെ അറപ്പുളവാക്കുന്ന മനോഭാവത്തെയാണ്. അതുകൊണ്ട് അയാളോട് പുച്ഛം മാത്രമാണ്. നമ്മൾ ഓർക്കേണ്ടത് പാർവതി തിരുവോത്ത് ഒരിക്കലും അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. അവരെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ശബ്ദമുയർത്തിയിട്ടുള്ളത്. അതുമൂലം അവർക്ക് ഒരുപാട് നഷ്ടങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർ മലയാളത്തിന് കിട്ടിയ നല്ലൊരു അഭിനേത്രിയും നിലപാടുകളുടെ രാജകുമാരിയുമാണ്. അവരെപ്പോലുള്ള ധീര വനിതകളെ അമ്മയുടെ മുൻനിരയിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ അമ്മ എന്ന സംഘടന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെറുമൊരു AMMA ആയി മാറും. വീണ്ടും അടുത്ത എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ നന്ദി, നമസ്കാരം.